നീക്കം ഗുണം ചെയ്യുമോ എന്നാണ് ചോദ്യം. പല തലങ്ങളുണ്ട്, അങ്ങനെ തന്നെ പറയണം. പക്ഷേ ഇന്ന് കൗതുകകരമായ ഒരു കാര്യം നമ്മൾ കണ്ടത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചുകൊണ്ടുവന്ന കാറിൽ തുടങ്ങുന്നുണ്ട്. അതിനകത്തെ വളരെ കൗതുകകരമായ കാര്യം, ഇപ്പോൾ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോങ്കി കാർ എന്ന് പറയുന്ന കാറിൻ്റെ ഒരു പ്രത്യേകത, ചൈനയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരുന്ന, അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നൊരു ഓണറാണ്, അതൊരു പ്രിവിലേജാണ്. അതിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, 2019 മഹാബലിപുരത്ത് ഷീ ജിൻപിങ് വന്നിറങ്ങുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നത് ഈ ഹോങ്കി കാറാണ്. അത് അവരുടെ പ്രതിരോധ സേനയുടെ കരുത്തും ഒപ്പം തന്നെ അവരുടെ ഈ മെയ്ഡ് ഇൻ ചൈനയുടെ ഒരു പ്രതാപവും ഒക്കെ കാണിക്കുന്ന ഒരു കാറാണ് ഈ ഹോങ്കി കാർ. ആ ഹോങ്കി കാറാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ സഞ്ചരിക്കാൻ കൊടുത്തത് എന്നത് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സിവിലിയൻ പരമോന്നത ബഹുമതി കിട്ടും എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഇൻ്റർനാഷണലി ഏറ്റവും ശ്രദ്ധേയമായത് യഥാർത്ഥത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ ചർച്ചയാണ്. മോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ ചർച്ചയാണ് അന്താരാഷ്ട്ര വേദിയിൽ. നമ്മളെല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും എടുത്തു നോക്കുമ്പോൾ പ്രധാന തലക്കെട്ട്, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രധാന തലക്കെട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ നടത്തിയിരിക്കുന്ന ഈ നയതന്ത്ര നീക്കമാണ്. അത് തീർച്ചയായിട്ടും അമേരിക്കയെ ചെറുതല്ലാത്ത വിധത്തിൽ പരിഭ്രാന്തരാക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിന് നേരത്തെ അടരുകളുണ്ട്. ജിമ്മി പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതിൻ്റെ സാമ്പത്തികമായ മാനങ്ങൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അമേരിക്കയുമായി ഇന്ത്യക്കുള്ള വ്യാപാരം പോലെ ഒരു ഗുണം ഇന്ത്യയും ചൈനയുമായി ചെയ്യില്ല. അതിൻ്റെ കണക്ക് ഞാൻ പറയാം, നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയാം. നമ്മൾ എടുത്തിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മിയോ വ്യാപാര ബാലൻസോ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡ് ഡെഫിസിറ്റ് എത്രത്തോളം ഉണ്ട്, ട്രേഡ് സർപ്ലസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ഞാൻ പ്രേക്ഷകർക്ക് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ കയറ്റുമതി കൂടുകയും നമ്മുടെ ഇറക്കുമതി കുറയുകയും ചെയ്യുന്നതാണ് നമുക്ക് ഗുണകരമാവുന്നത്, അതാണ് നമുക്ക് ട്രേഡ് സർപ്ലസ് ആവുക. എന്നാൽ നമ്മളുടെ കയറ്റുമതി കുറയുകയും ഇറക്കുമതി കൂടുകയും ചെയ്യുമ്പോൾ നമുക്ക് വ്യാപാര കമ്മി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സർപ്ലസ് ഉണ്ടായിരിക്കുന്നത്, വ്യാപാര ലാഭം ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടൊന്ന് നോക്കുമ്പോഴാണ് അമേരിക്കയുടെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 35 മുതൽ 40 ബില്യൺ US$ വരെ അവിടെ നമുക്ക് വലിയ രീതിയിലുള്ള വ്യാപാര ലാഭം ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വ്യാപാര ലാഭം തരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, അത് യൂറോപ്യൻ യൂണിയനാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് എനിക്ക് തോന്നുന്നു നെതർലൻഡ്സോ മറ്റോ ആണ്. നെതർലൻഡ്സിൽ ഇതാണ് ഇന്ത്യക്ക് കുറച്ചെങ്കിലും പിന്നീട് ആ അർത്ഥത്തിലൊരു ട്രേഡ് സർപ്ലസ് ഉണ്ടാവുന്നത്. പിന്നെ ഫ്രാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, ഒരു $9 ബില്യൺ മറ്റോ ആണ് മൂന്നാമത്തെ ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് ബെൽജിയം, ബെലാറസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, അങ്ങനെയാണ് UK ഉണ്ട് 4.50. പക്ഷേ ഈ ലിസ്റ്റിൽ ഒന്നും കാണാത്തൊരു രാജ്യമാണ് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ചൈന. ചൈനയുടെ കണക്കെടുത്ത് നോക്കുമ്പോഴാണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മളൊരു ആവറേജ് എടുത്ത് നോക്കിയാൽ പോലും കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് $113.5 ബില്യൺ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഏതൊക്കെ തരത്തിലാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്? നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അടിസ്ഥാന ഉപകരണങ്ങളും വസ്തുക്കളും അടക്കമുള്ള സാധനങ്ങൾ ഇറക്കുമതി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണല്ലോ നമ്മൾ ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. $14.25 മറ്റോ ആണ്, ബില്യൺ US$ മറ്റോ ആണ് നമ്മൾ അവിടേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ വേണ്ട, എന്നാൽ ഇന്ത്യക്ക് ചൈനയുടെ വേണം താനും. ഇതാണ് നമ്മുടെ ട്രേഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നൊരു സാഹചര്യം. ആ ട്രേഡ് ഡിപ്പെൻഡൻസി പക്ഷേ ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയും ചൈനയും തമ്മിലൊരു വ്യാപാര കരാർ ഉണ്ടാകുമ്പോൾ ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കും, ഇന്ത്യയുടേതായിട്ടുള്ള താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ചൈനയുമായിട്ടുള്ള ഈ സാമ്പത്തികമായ ഡിപ്പെൻഡൻസി, അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലെ കണക്കുകൾ നോക്കിയാലും ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ സോളാർ പാനലുകളാണെങ്കിലും ശരി, റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട മറ്റ് സോഴ്സുകളാണെങ്കിലും ശരി, എന്തിനേറെ ആൻറ്റിബയോട്ടിക്കുകളടക്കം 80%-90% ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ആ അർത്ഥത്തിൽ 2 രീതിയിൽ നമുക്ക് വായിക്കേണ്ടി വരും. നേരിട്ടുള്ള വ്യാപാരം ചൈനയുമായി അമേരിക്ക ചെയ്യുന്നത് പോലെ നമുക്ക് ലാഭകരമാവില്ല, പോയിന്റ് നമ്പർ 1. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഗുണം ചെയ്യും. ഇന്ത്യയുടേതായിട്ട് മേക്ക് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ പറയുമ്പോഴും ചില കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ ലാപ്ടോപ്പുകൾ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകളുടെ 80% പാർട്സും യഥാർത്ഥത്തിൽ ചൈന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വ്യാപാരമാണെങ്കിലും ശരി, നിക്ഷേപമാണെങ്കിലും ശരി, ചൈനയുമായിട്ട് നമ്മളൊരു ബന്ധം പുലർത്തുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ലെങ്കിൽ എന്താണോ ശ്രീലങ്കയിൽ ചൈന കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒടുവിൽ ശ്രീലങ്കയെ പാപ്പരാക്കിയത്, ആ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതാണ് സാമ്പത്തികമായ ബന്ധത്തിൻ്റെ കാര്യത്തിലുള്ള നമ്മൾ വേണ്ടുന്ന കരുതൽ. പക്ഷേ സാമ്പത്തികം മാത്രമല്ലല്ലോ 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം. ആ 2 രാജ്യങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിൻ്റെ തന്ത്രം, സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും
കാര്യത്തിലും ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലും, അതാണ് പോയിന്റ് സെക്കൻഡ്, ഭൗമരാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ കണക്ക്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകൾ തന്നെയാണ് നമ്മൾ പറയുന്നത്, യു കനോട്ട് സെലക്ട് യുവർ നെയ്ബേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. യു ക്യാൻ സെലക്ട് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ട്രംപ് മേ ബി യുവർ ഫ്രണ്ട്, പക്ഷേ നിങ്ങളുടെ അയൽക്കാരൻ ഷീ ജിൻപിങ് ആണ്, നിങ്ങളുടെ അയൽക്കാരൻ റഷ്യയാണ്, നിങ്ങളുടെ അയൽക്കാരൻ അഥവാ നിങ്ങളുടെ ഏഷ്യൻ കോണ്ടിനെന്റിൽ കിടക്കുന്ന രാജ്യങ്ങളിൽ. അപ്പോൾ ഏഷ്യയിൽ ഒരു ഗ്ലോബൽ സൗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉണർവുണ്ടാകുന്നതാണ് ഈ നീക്കം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അതുകൊണ്ട് സാമ്പത്തികമായ ഒരു പക്ഷേ ട്രേഡിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വ്യാപാര കമ്മി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. $99 ബില്യൺ ട്രേഡ് കമ്മിയുള്ള, വ്യാപാര കമ്മിയുള്ള രാജ്യവുമായിട്ടാണ് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത്, അഥവാ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു കരുതൽ വേണം. പക്ഷേ പ്രതിരോധ മേഖലയിൽ അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ചെയ്ത ഏറ്റവും മോശമായ ഒരു കാര്യം എന്താണെന്നറിയുമോ? പാകിസ്ഥാൻ്റെ അസീം മുനീർ എന്ന് പറയുന്ന പട്ടാള ജനറലിനെ അവിടേക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ചു സ്വീകരിച്ചു വൈറ്റ് ഹൗസിലേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ പാകിസ്ഥാനിൽ നിന്നുള്ളൊരു പ്രതിരോധ മന്ത്രിയെ സ്വീകരിച്ചു എന്നതിനും അപ്പുറത്തേക്കൊരു പട്ടാള ജനറലിനെ, ആർമി ചീഫിന് റെഡ് കാർപ്പറ്റ് കൊടുത്ത് വൈറ്റ് ഹൗസിലേക്ക് സ്വീകരിച്ചു. അതിനും അപ്പുറം വലിയ പ്രകോപനം എന്താ വേണ്ടത്? ഞാൻ ഈ പറയുന്നത് 55% തീർച്ചയായിട്ടും വലിയ പ്രകോപനമാണ്. അതൊരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചേക്കാം. പക്ഷേ ഏഷ്യൻ മേഖലയിലുള്ള സ്ട്രാറ്റജിക് തന്ത്രപ്രധാനമായ നമ്മളുടെ നീക്കങ്ങൾക്ക് അമേരിക്ക തടസ്സമാവുന്നുണ്ട്. അവിടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, 2020 ഗാൽവൻ കുന്നുകൾക്ക് ശേഷമുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കസാനിൽ നമ്മളൊരു യോഗം ചേർന്നു. കസാനിലെ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കരാർ നമുക്ക് ഗുണം ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ വരുന്നത്. സ്വാഭാവികമായും ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയിൽ നിന്ന് നമ്മൾ സൈനികരുടെ എണ്ണം കുറയ്ക്കും, ആ മേഖലയെ പൂർണ്ണമായിട്ടും കോൺഫ്ലിക്റ്റ് ഫ്രീ ആക്കി മാറ്റും. മറ്റൊരു ഗുണം നോക്കൂ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ അരുണാചൽ പ്രദേശിലൊക്കെ ചൈന കടന്നു കയറി ചില സ്ഥലങ്ങൾ കയ്യേറ്റം നടത്തി അവിടെ നമുക്ക് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അതിൽ നിന്നൊക്കെ ചൈന പിന്മാറുന്ന സാഹചര്യം ഉണ്ടാവും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇൻസർജൻസി, അവിടുത്തെ വിഘടനവാദത്തെ, ആഭ്യന്തര പ്രശ്നങ്ങളിൽ ചൈനയുടെ ഇടപെടൽ കുറയുന്ന സാഹചര്യം ഉണ്ടാവും. അതിൻ്റെക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ്, അതിൽ ഇന്ത്യയുടെ താല്പര്യം കൂടി ചൈന കണക്കിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് നമ്മൾ തകർത്തത് ചൈന പാകിസ്ഥാന് കൊടുത്ത വ്യോമ പ്രതിരോധ സംവിധാനമാണ്. നമ്മുടെ ആകാശ് നമ്മൾ സ്വയം നിർമ്മിക്കുമ്പോൾ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചൈനയാണ്. ആ ചൈനയാണ് മോദിയുടെ അലിയായിട്ട് വരാൻ പോകുന്നത്, ഇന്ത്യയുടെ സഖ്യമായിട്ട് വരാൻ പോകുന്നത്. ആ അർത്ഥത്തിലും ഇന്ത്യക്കത് നീക്കം ചെയ്യും. ഞാൻ അതിനേക്കാൾ വിശാലമായി കാണാൻ പോകുന്നത് അമേരിക്കയുടെ ഒരു സൂപ്പർ പവർ, ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരുപക്ഷെ ലക്ഷ്യം പൂർണ്ണബോധ്യമില്ലാത്ത ലക്കുകെട്ട നീക്കങ്ങൾക്ക് ഇതൊരു വലിയ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ ഏറ്റവും വലിയ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വ്യാളിയും ആനയും ഒന്നിക്കുന്നു എന്നുള്ളതാണ്. ആ ടൈറ്റിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഡ്രാഗൺ ആൻഡ് എലഫന്റ് ക്യാൻ സ്റ്റാൻഡ് ടുഗദർ എന്നുള്ളതാണ്. അത് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത് ചെറിയ വിധത്തിലായിരിക്കില്ല. അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ടുള്ള കച്ചവടമല്ല, അത് അമേരിക്കയ്ക്ക് നഷ്ടമാണെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പ്രശ്നം എന്താ, അമേരിക്കയ്ക്ക് ഇന്ത്യ എന്നുള്ളത് ഏഷ്യയിലെ ഒരു വലിയ സഖ്യമാണ്. റഷ്യ അവിടെ നിൽക്കുന്ന സമയത്ത്, ചൈന ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യ ഉപയോഗിക്കാതെ തന്ത്രപ്രധാനമായ ഒരു നീക്കവും ചെയ്യാൻ കഴിയില്ല. പക്ഷെ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഈ ബന്ധത്തിൻ്റെ ഭാഗമായി. പ്രേക്ഷകർക്കറിയാമല്ലോ, പഞ്ചശീല തത്വങ്ങൾ വന്നതിനു ശേഷം ഇന്ത്യ ചൈന ഭായി എന്ന അവസ്ഥ എത്തിയതിന് ശേഷമാണ് നമുക്ക് ആക്രമണം ഉണ്ടാവുന്നത് ചൈനയുടെ ഭാഗത്തു നിന്ന്. അതാണ് നെഹ്റുവിനെ തളർത്തിക്കളയുന്നത്. അതുകൊണ്ട് ചൈനയെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് നമ്മുടെ ചരിത്രം നമ്മളോട് അങ്ങനെയല്ല പറയുന്നത് എന്നതാണ് വാസ്തവം. അത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് തന്നെ അനുഭവമുണ്ട്, സാമ്പത്തിക മേഖലയിൽ ശ്രീലങ്കയ്ക്ക് അനുഭവമുണ്ട് എന്നുള്ളതാണ്. ശ്രീലങ്കയിൽ ഇപ്പോൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നൊരു വലിയ പോർട്ടുണ്ട്, അതേപോലെ വിമാനത്താവളമുണ്ട്. കാടുമേഞ്ഞ് ആന കയറി കിടക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രീലങ്കയ്ക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. അതൊക്കെ ഇന്ത്യ പക്ഷേ വളരെ സൂക്ഷ്മമായി മാത്രമേ നോക്കുകയുള്ളൂ. മൊത്തത്തിൽ നോക്കിയാൽ ഗ്ലോബൽ സൗത്തിൻ്റെ കാര്യത്തിൽ, ബ്രിക്സിൻ്റെ കാര്യത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഈ അച്ചുതണ്ട് ശക്തി പ്രാപിക്കുന്നത് ലോകത്ത് അമേരിക്കയുടെ സൂപ്പർ പവറിനെ സംബന്ധിച്ച് ഒന്നുമല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ലക്കുകെട്ട നീക്കങ്ങളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ അത് സഹായിക്കും. ഇന്ത്യ ചൈനയുമായി അടുക്കുമ്പോൾ സ്വാഭാവികമായും ട്രംപ് മെരുങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ നീക്കം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. സാമ്പത്തികമായിട്ടല്ല, നയതന്ത്രപരമായി, ഭൗമരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, പ്രതിരോധത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ സ്ട്രാറ്റജിക്കായിട്ട് ഈ നീക്കം ഗുണം ചെയ്യും എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.